ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റിലിട്ട് കളയുന്ന കേക്ക് ബോർഡ് എങ്ങനെ ഒരു ലക്ഷറി വാൾ ഡെക്കർ ആക്കും എന്നാണ്. പിന്നെ അതുമാത്രമല്ല, ഏറ്റവും ചെറിയ എമൗണ്ടിൽ യുണീക്ക് ആയിട്ടുള്ള ഹോം ഡെക്കോർ പീസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നും കൂടിയുള്ളതാണ്. ഇനി ഇതിൻ്റെ മെറ്റീരിയലും പ്രിപ്പറേഷനും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സിൽവർ സൈഡിൽ ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ബേസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. നമുക്കിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പെൻസിൽ വെച്ചിട്ടൊന്ന് ഈ ഒരു ടെക്സ്ചർ ആർട്ട് ബിഗ്നേഴ്സിനുള്ളതായതുകൊണ്ടും പിന്നെ ഈ ഒരു ടെക്സ്ചർ ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻവാസിലെല്ലാം ചെയ്യാം. കാരണം ഇതൊരു ബിഗ്നേഴ്സിന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻവാസൊന്നും എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതേപോലത്തെ കേക്ക് ബോർഡെല്ലാം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ MDF ബോർഡ് ഉണ്ടെങ്കിലും അതിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ടെക്സ്ചർ പേസ്റ്റ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ടെക്സ്ചർ ആർട്ട് ഡിസൈൻ ചെയ്യാൻ എന്തെല്ലാം മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പിന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. എന്നാൽ ഈ ഒരു ടെക്സ്ചർ ആർട്ട് ഡിസൈൻ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു പാലറ്റ് നൈഫും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതല്ലാണ്ട് ഈ ഡിസൈൻ ചെയ്യാനൊന്നും യൂസ് ആകുന്നില്ല. വെറും നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടാണ് ഈ ഒരു ടെക്സ്ചർ ആർട്ട്. പിന്നെ നമ്മൾ കൈ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. പിന്നെ ഗ്ലൗസിലിട്ടിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ പേപ്പർ ബാഗിലാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. കൈ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ അലർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവരുടെ കയ്യിൽ ഇതായി കഴിഞ്ഞാൽ തോല് പൊളിയാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബോർഡർ വരച്ചതിന് ശേഷം ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ അപ്പുറത്തെ സൈഡിലും ഒരു ബോർഡറെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു സൈഡിലും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയെടുക്കാം. ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടി. നമ്മൾ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമ്മൾ കൈ ഉപയോഗിച്ച് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 8 hours വേണം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രൈ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് പൊടിപടലങ്ങൾ മേലിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇനി ഇപ്പോൾ ചെറിയൊരു ക്രാക്കെല്ലാം വന്നെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ക്രാക്ക് വന്നതിനുള്ള ഈസി മെത്തേഡാണ് അങ്ങനെ ചെയ്തെടുക്കാന്നുള്ളത്. എന്നിട്ട് അതെല്ലാം ഒന്ന് പൊടിയെല്ലാം തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗോൾഡൻ പെയിൻറ്റ് കൊടുക്കാം. ഇതും ഞാൻ അക്രിലിക് കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
പെയിൻറ്റ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറ ഇത് സിമ്പിളല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസൈന് കൈ കൊണ്ട് കൊടുത്തതാണെന്ന് കണ്ടാൽ പറയാം. അപ്പം ഇത് നമുക്ക് വോളിൽ സെറ്റ് ചെയ്യാം. ഇത് കേക്കിൻ്റെ ബോർഡായതുകൊണ്ട് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഊഹിക്കാലോ ഇതിൻ്റെ സൈസ് എത്രയാണ്. നെക്സ്റ്റ് ചെയ്യുമ്പോൾ ഇൻഷാല്ല വലിയൊരു ക്യാൻവാസിൽ ചെയ്യണം. നിങ്ങൾക്ക് ഈ സിമ്പിളായിട്ടുള്ള ടെക്സ്ചർ ആർട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് DIY ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.